യുഎഇയിൽ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചില പ്രദേശങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതേസമയം രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ താപനില ജബൽ ജയ്സിൽ രേഖപ്പെടുത്തി. 2 ദിവസമായി തുടർ മഴയ്ക്ക് ശമനം ഉണ്ടായെങ്കിലും അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പിൽ പറയുന്നത്. ഉപരിതല ന്യൂനമർദ്ദം ശനിയാഴ്ച രാജ്യത്തുടനീളം വ്യാപിക്കുന്നതാണ് അസ്ഥിരമായ കാലാവസ്ഥയ്ക്ക് കാരണമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ചൂണ്ടിക്കാട്ടി. ആകാശം മേഘാവൃതമായിരിക്കും. ചില പ്രദേശങ്ങളിൽ മഴ പെയ്യാനും ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. വടക്കൻ പ്രദേശങ്ങളിലാണ് മഴയ്ക്ക് കൂടുതൽ സാധ്യതയുള്ളത്. കുറച്ചു സമയം നീണ്ടു നിൽക്കുന്ന ശക്തമായ മഴയാണ് ഇവിടങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. പകൽ സമയത്തെ ചൂടിനെ കുറയ്ക്കുന്ന തരത്തിലുള്ളതാവും കാലാവസ്ഥ. അതേസമയം യുഎഇയിലെ ഈ സീസണിലെ ഇതുവരെയുള്ള ഏറ്റവും കുറഞ്ഞ താപനില ഇന്ന് രേഖപ്പെടുത്തി. റാസൽ ഖൈമയിലെ ജബൽ ജയ്സിൽ ഇന്ന് രേഖപ്പെടുത്തിയത് 3.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രാദേശിക സമയം പുലർച്ചെ 12 മണിക്കാണ് താപനില ഇങ്ങനെ കുറഞ്ഞത്. യുഎഇയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ജബൽ ജയ്സ് പർവ്വതനിരയിൽ ശൈത്യകാല മാസങ്ങളിൽ ഗണ്യമായ തണുപ്പ് അനുഭവപ്പെടുന്നത് പതിവാണ്. വിപുലമായ ആഘോഷങ്ങളോടെ പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഷാർജ. വെടിക്കെട്ട്, കപ്പൽ യാത്രകൾ, മരുഭൂമിയിലെ അനുഭവങ്ങൾ എന്നിവ ഉൾപ്പെടെ വ്യത്യസ്തമായ പരിപാടികളാണ് ആഘോഷത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ഡിസംബർ 31-ന് രാത്രി 8 മണി മുതൽ ആഘോഷം ആരംഭിക്കും. രാത്രി 12-ന് 10 മിനിറ്റ് നീളുന്ന വെടിക്കെട്ട് അൽ മജാസ് വാട്ടർ ഫ്രണ്ട്, അൽ ഹീറ ബീച്ച്, ഖോർഫക്കാൻ ബീച്ച് എന്നീ 3 ഇടങ്ങളിലായി നടക്കും. ഖാലിദ് ലഗൂണിന്റെ പശ്ചാത്തലത്തിൽ ഫൗണ്ടൻ ഷോയും കലാപരിപാടികളും ഉണ്ടായിരിക്കും. അൽ ഹീറ ബീച്ചിൽ കുടുംബങ്ങൾക്കായി വിപുലമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മലനിരകളുടെയും കടലിന്റെയും ഭംഗി ആസ്വദിച്ച് വെടിക്കെട്ട് കാണാനാണ് ഖോർഫക്കാൻ ബീച്ചിൽ സൗകര്യമൊരുക്കിയിരിക്കുന്നത്. അൽ നൂർ ഐലൻഡിൽ വെടിക്കെട്ട് കാണുന്നതിനൊപ്പം അത്താഴവും കഴിക്കാനും നക്ഷത്ര നിരീക്ഷണത്തിനും സൗകര്യമുണ്ടാകും. മുതിർന്നവർക്ക് 340 ദിർഹവും കുട്ടികൾക്ക് 150 ദിർഹവുമാണ് നിരക്ക്. യുഎഇയിലെ ഹോട്ടൽ താമസക്കാരുടെ എണ്ണം ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെന്ന് മന്ത്രി അബ്ദുള്ള ബിൻ തൂഖ് അൽ മറി. ഈ വർഷം ആദ്യ 10 മാസത്തെ കണക്കനുസരിച്ച് 79.3% ഹോട്ടൽ ഒക്യുപ്പൻസി നിരക്ക്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 78% നിരക്ക്. ഈ കാലയളവിൽ ഹോട്ടൽ മേഖലയിൽ നിന്നുള്ള മൊത്തം വരുമാനം 8,900 കോടി ദിർഹത്തിലെത്തി. നിലവിൽ രാജ്യത്തിലുടനീളം 1,243 ഹോട്ടലുകളിലായി 2.16 ലക്ഷത്തിലധികം മുറികൾ ലഭ്യമാണ്. കഴിഞ്ഞ വർഷം യുഎഇയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 13% ടൂറിസം മേഖലയുടെ സംഭാവനയായിരുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇത് 17% ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. ടൂറിസം മേഖല നിലവിൽ 9.2 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മുഴുവൻ വർഷവും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി വേൾഡ്സ് കൂളസ്റ്റ് വിന്റർ ക്യാമ്പയിന്റെ 6ാം പതിപ്പിനോടനുബന്ധിച്ചാണ് മന്ത്രി കണക്കുകൾ പുറത്തുവിട്ടത്. NTV UAE to the world.